ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സ്പെഷ്യലായിട്ടൊരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സ്വാദിഷ്ടവുമായിട്ടുള്ള റവ ലഡുവാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതായി കിട്ടിയാൽ മതി. ഇനി ഞാൻ 1/4 കിലോ റവയാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഇത് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കിടന്ന് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് വരട്ടി എടുക്കണം ഇതുപോലെ. അപ്പൊ അതുവരെ നമുക്ക് ഇതൊന്ന് ഇതാക്കി എടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി തൂക്കി കൊടുക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതിയായിരിക്കും. ഓരോരുത്തരുടെ ഫ്ലേവർ എന്തുമാത്രമാണ് അതുപോലെ. എന്നിട്ട് ഇതിട്ട് ഈ റവ നമുക്കൊന്ന് വറുത്ത് കിട്ടണം ഈ നെയ്യിൽ കിടന്ന്. എന്നാലേ നമ്മുടെ റവ ലഡു നല്ല ടേസ്റ്റി ആവുള്ളൂ. ഞാൻ ഇനി ഒരു ശകലം തേങ്ങ ചിരകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ അളവിൽ ചേർത്താൽ മതിയായിരിക്കും. ഞാൻ ഒരു കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയും കൂടി ഈ റവയെ കിടന്നൊന്ന് വറുത്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെ അതും ഈ പഞ്ചസാരയും നമ്മുടെ ഇഷ്ടത്തിന് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ചേർത്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനി ആ പഞ്ചസാര ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആകണം. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറു തീ വെച്ച് വേണം നമ്മൾ ഇതുപോലെ റവ വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു കരിവ് ചൊവ്വതിന് വരും. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ റവ ലഡുവിന്റെ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ തീ വെച്ച് വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്കിത് ഉരുട്ടി സെറ്റാക്കാനായിട്ട്. ഇത് നമുക്ക് ഈ റവ ലഡുവിന്റെ രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അത് നമ്മുടെ ഇച്ചിരിച്ച് നമുക്ക് ശകലിച്ച് നമ്മളിത് ഇതുപോലെ ചൂടോടെ തന്നെ ചെയ്യണം. അന്നേരം ഇത് അങ്ങനെ നമുക്ക് ഉരുട്ടി കിട്ടത്തുള്ളൂ. അപ്പോൾ ചൂട് പോണതിനകം തന്നെ പെട്ടെന്ന് നമ്മൾ ഈ പാലും കൂടി ചേർക്കണം ഇതിലേക്ക്, ആ ഉരുട്ടാൻ പരുവ അനുസരിച്ച്. അപ്പം എങ്കിൽ നമുക്ക് ആ കറക്റ്റായിട്ട് തന്നെ ഉരുട്ടി കിട്ടത്തുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെള്ളം നമ്മളൊരു തരി പോലും ഇതിൻ്റെ അകത്ത് ചേർക്കരുത്. പാലായിരിക്കണം ചേർക്കേണ്ടത്. നമുക്ക് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വനില എസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കുറച്ചിങ്ങനെ തൂവി കൊടുക്കാം ഇതുപോലെ. അപ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ഇതും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ചേർക്കുക. നട്ട്സൊക്കെ, മറ്റേ ബദാം, അതുപോലെ തന്നെ മുന്തിരി, ഉണക്കമുന്തിരി, അങ്ങനത്തെയൊക്കെ ചെറി, അങ്ങനെയുള്ള ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതിയായിരിക്കും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ കൊടുക്കുക. എല്ലാം ഈ സൈഡിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട്. വളരെ സ്പീഡിൽ വേണം നമ്മൾ ചെയ്യുന്നത്. ആറിപ്പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഇത് ഉരുട്ടിയെടുക്കുക. എങ്കിലേ നമുക്ക് സെറ്റായി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും.
അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഇത് ഉണ്ടാക്കണം. ഇതുപോലെ ഉരുട്ടി എടുക്കുക. നമുക്കിതുപോലെ എല്ലാം ഇതുപോലെ ഉരുട്ടി മാറ്റി വെക്കാം. ഇത് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഈ റവ ലഡു എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വളരെ ഹെൽത്തിയാണ്. നമുക്ക് സൂക്ഷിച്ച് കേട് കൂടാതെ വെക്കാം. അതുപോലെ തന്നെ ദൂരയാത്രകളൊക്കെ പോകുന്നവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണമെങ്കിൽ നമുക്കിത് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടാം. അതിന് വളരെ നല്ലതാണിത്. അതുപോലെ നല്ല സ്വീറ്റി ആയിട്ടൊരു പലഹാരമാണിത്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.